Welcome to RK's Stories. പ്രിയ പ്രണയിനി ഭാഗം 19. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. അടുക്കളയിലെ പണികളെല്ലാം ഒതുക്കി മുറിയിലേക്ക് വന്ന ഗൗരിയുടെ കാതുകളിലേക്ക് കല്ലാട്ടെ വീട്ടുമുറ്റത്തു നിന്നും ഉയർന്ന സംസാരവും ചിരിയുമാണ് വന്നു വീണത്. ദൂരെ അമ്പലപ്പറമ്പിൽ നിന്നും ഗാനമേളയുടെ നേർത്ത ശീലകളും കാറ്റിൽ ഒഴുകിയെത്തുന്നുണ്ട്. ഏതോ പഴയ പ്രണയഗാനത്തിന്റെ ഈരടികൾ. അത് അന്തരീക്ഷത്തിന് കൂടുതൽ വശ്യത നൽകുന്നത് പോലെ അവൾക്ക് തോന്നി. ഗൗരി മെല്ലെ ജനലേക്കരികിലേക്ക് ചെന്ന് ആ പാളികൾ മലർക്കെ തുറന്നിട്ടു. പുറത്ത് നല്ല നിലാവുണ്ട്. കല്ലാട്ടെ മുറ്റത്തിട്ടിരിക്കുന്ന കസേരകളിൽ ഒരു കൊച്ചു സഭ തന്നെ നടക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. ദേവേട്ടനും അളിയനും നീലിമയും വിലാസിനിയമ്മയും അവിടെയുണ്ട്. കിങ്ങിണിയെ കണ്ടില്ല. അവൾ ഉറക്കമായി കാണും. അളിയന്മാർ ഒന്ന് കൂടുകയാണെന്ന് തോന്നുന്നു. ടീപ്പോയുടെ മുകളിൽ വിസ്കി കുപ്പിയും ഗ്ലാസുകളും ഇരിക്കുന്നത് നിലാവെളിച്ചത്തിൽ അവൾ കണ്ടു. പ്ലേറ്റുകളിൽ കഴിക്കാനുള്ള എന്തൊക്കെയോ ഇരിക്കുന്നുമുണ്ട്. വർത്തമാനങ്ങൾക്കിടയിൽ പൊട്ടിച്ചിരികൾ ഉയരുന്നുണ്ട്. എല്ലാവരും സന്തോഷത്തിലാണ്. എന്നാൽ ഗൗരിയുടെ കണ്ണുകൾ തിരഞ്ഞത് ഒരാളെ മാത്രമായിരുന്നു. ഒരു വെളുത്ത ബനിയനും കള്ളിമുണ്ടുമുടുത്ത് കാലിന്മേൽ കാൽ കയറ്റി വെച്ച് കസേരയിൽ ചാരിയിരിക്കുന്ന ദേവൻ. നിലാവിന്റെ വെളിച്ചം അവന്റെ മുഖത്ത് വീണ് കിടക്കുന്നു. ആ ലളിതമായ വേഷത്തിലും അവനൊരു വല്ലാത്ത ആകർഷണീയതയുണ്ടെന്ന് ഗൗരിക്ക് തോന്നി. ആ നിമിഷം കല്ലാട്ടെ മുറ്റത്തേക്ക് ഓടിച്ചെന്ന് അവന്റെ മടിയിൽ കയറിയിരിക്കുവാൻ അവളുടെ മനസ്സ് വല്ലാതെ കൊതിച്ചു. സംസാരത്തിനിടയിലും ദേവന്റെ കണ്ണുകൾ ഇടയ്ക്കിടെ തന്റെ മുറിയുടെ ജനാല ലക്ഷ്യമാക്കി പാറി വീഴുന്നത് അവൾ കണ്ടു. താൻ ഉറങ്ങിയിട്ടില്ലെന്നും അവനെ തന്നെ നോക്കി നിൽക്കുകയാണെന്നും അവനൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. ആ ഒരു ആഗ്രഹം തോന്നിയതും അവൾ ഒരു കള്ളച്ചിരിയോടെ തിരിഞ്ഞു നടന്നു. മുറിയിലെ സ്വിച്ച് ബോർഡിനരികിലെത്തി ലൈറ്റ് തെളിച്ചു. പെട്ടെന്ന് ഇരുളടഞ്ഞ ജനാലയ്ക്കുള്ളിൽ പ്രകാശത്തിന്റെ ചതുരം തെളിഞ്ഞു. വെളിച്ചം വീണതും അവൾ ജനാലയുടെ അരികിലൂടെ വെറുതെ എന്ന വണ്ണം ഒന്ന് നടന്നു. ആര്യകത്തെ മുറിക്കുള്ളിൽ പ്രകാശം കണ്ടതും ദേവന്റെ സംസാരം മുറിഞ്ഞു. അവന്റെ നോട്ടം നേരെ ആ ജനാലയിലേക്ക് നീണ്ടു. അവിടെ മുറിക്കുള്ളിൽ വെളിച്ചത്തിൽ നിൽക്കുന്ന ഗൗരിയെ അവൻ കണ്ടു. ആ നോട്ടം അവളിൽ ചെന്ന് തറച്ചതും ഉള്ളിലൊരു മഞ്ഞുതുള്ളി ഉടഞ്ഞതുപോലെയുള്ള സന്തോഷം അവളിൽ നിറഞ്ഞു. അവൻ തന്നെ കണ്ടു എന്ന തിരിച്ചറിവ് അവളുടെ കവിളുകളിൽ ചുവപ്പ് പടർത്തി. ലൈറ്റ് അണയ്ക്കാൻ അവൾക്ക് തോന്നിയില്ല. ജനാലയുടെ ഒരു വശത്തേക്ക് മാറി പാതി മറഞ്ഞു നിന്നുകൊണ്ട് അവൾ വീണ്ടും അവനെ നോക്കി. കസേരയിലിരുന്ന് കയ്യിലുള്ള ഗ്ലാസ് മെല്ലെ ചുഴറ്റിക്കൊണ്ട് കണ്ണിമയ്ക്കാതെ തന്നെ നോക്കുന്ന ദേവനെ കണ്ടപ്പോ ഗൗരിയുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു. നിലാവും പാട്ടും പ്രണയവും നിറഞ്ഞ ആ രാത്രിയിൽ അവർക്കിടയിലെ ദൂരം വെറും കാഴ്ചയ്ക്കപ്പുറം ഒന്നുമല്ലാതായി മാറുകയായിരുന്നു. സംസാരത്തിനിടയ്ക്ക് ദേവന്റെ നോട്ടം ആര്യകത്തേക്ക് നീളുന്നത് നീലിമയാണ് ശ്രദ്ധിച്ചത്. രണ്ട് പറമ്പുകൾക്കുമിടയിലെ ഇരുട്ടിനപ്പുറം ജനാലയ്ക്കൽ തെളിയുന്ന വെളിച്ചത്തിൽ ഗൗരിയെ കണ്ട അവളുടെ ചുണ്ടിലും ഒരു ചിരി വിരിഞ്ഞു. അവൾ ശ്രീജനെ അർത്ഥവത്തായി ഒന്ന് നോക്കി കണ്ണു കാണിച്ചു. അവർ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച ഗൗരിയുടെ കാര്യം അമ്മയോട് അവതരിപ്പിക്കാനുള്ള സമയമായെന്ന് അവൾ ഭർത്താവിനെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. കാര്യം മനസ്സിലായതുപോലെ ശ്രീജൻ തലകുലുക്കി. കയ്യിലിരുന്ന ഗ്ലാസ് ടീപ്പോയിലേക്ക് വെച്ചിട്ട് തൊണ്ടയൊന്ന് ശരിപ്പെടുത്തി അല്പം ഗൗരവത്തോടെ അവൻ വിലാസിനിയമ്മയുടെ നേരെ തിരിഞ്ഞു. അമ്മേ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നമ്മുടെ ദേവന്റെ കാര്യമാണ്. പുള്ളിക്ക് ഒരു വിവാഹമൊക്കെ ആലോചിക്കണ്ടേ? നീലിമ ദേവന്റെ അനിയത്തിയാണെങ്കിലും ഒരേ പ്രായക്കാരായിരുന്ന ദേവനും ശ്രീജനും പരസ്പരം പേരാണ് വിളിച്ചിരുന്നത്. വിലാസിനിയമ്മ ചിറി ഒന്ന് ഉയർത്തി ഇഷ്ടക്കേട്ടോടെ ദേവനെ നോക്കി. ഞാൻ ഈ കാര്യം പറയാഞ്ഞിട്ടാണെന്നാണോ നിങ്ങൾ കരുതുന്നേ? നാഴികയ്ക്ക് 40 വട്ടം ഇവനോട് പറയാറുള്ളതാ ഒരു വിവാഹം കഴിക്കാൻ. എനിക്കും വയസ്സായി വരികയല്ലേ, പറഞ്ഞാ കേൾക്കില്ല, പിന്നെ എന്ത് ചെയ്യാനാ? ദേവൻ അത് കേൾക്കാത്ത മട്ടിൽ അടുത്ത ഗ്ലാസ് നിറച്ചു. ശ്രീജൻ അല്പമൊന്നും മടിച്ചപ്പോ അടുത്തിരുന്ന നീലിമ അവനെ മുട്ടുകൈ കൊണ്ട് കുത്തി. അതോടെ അവൻ കസേരയിൽ അല്പം മുന്നിലേക്ക് ആഞ്ഞൊന്നിരുന്നു. അമ്മ, ഞങ്ങളെ ഒരു കുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. അമ്മയും അറിയുന്ന കുട്ടിയാ, വേറെ ആരുമല്ല, നമ്മുടെ ആര്യകത്തെ ഗൗരി. ആ പേര് കേട്ടതും വിലാസിനിയമ്മയുടെ മുഖം കറുത്തു. വിസ്കി ഗ്ലാസ് ചുണ്ടോടടുപ്പിക്കുകയായിരുന്ന ദേവൻ അത് പാതി വഴിയിൽ നിർത്തി. അവനൊന്നും മിണ്ടിയില്ല. എങ്കിലും അവന്റെ ചെവികൾ ആ സംഭാഷണത്തിലേക്ക് കൂർപ്പിച്ചിരിക്കുകയായിരുന്നു.
അവന്റെ ഉള്ളിൽ ഒരു കടലിരമ്പുന്നത് പോലെ തോന്നി. ഗൗരിയോ? ഒരിക്കലും കെട്ടിച്ചു വിട്ട ആ പെണ്ണിനെ എന്ന് ഇവന് വേണ്ടി കണ്ടുള്ളൂ ശ്രീജ? അവരുടെ ശബ്ദത്തിൽ അത്ഭുതവും നീരസവും പ്രകടമായിരുന്നു. ഒരിക്കൽ വിവാഹം കഴിച്ച അവളെ എന്റെ മരുമകളായി അംഗീകരിക്കാൻ എനിക്കാവില്ല. അമ്മയുടെ ഈ തീർപ്പ് കൽപ്പിക്കൽ കേട്ട് ശ്രീജനും നീലിമയും നിരാശയോടെ പരസ്പരം നോക്കി. അവരുടെ മനസ്സിൽ കണ്ട സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ വീണതുപോലെയായി. ദേവനാകട്ടെ അത് പ്രതീക്ഷിച്ചിരുന്നത് പോലെ കയ്യിലിരുന്ന ഗ്ലാസ് വായിലേക്ക് കമഴ്ത്തി. നീലിമ അമ്മയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അമ്മ ഒന്ന് പറയുന്നത് കേൾക്ക്, ഗൗരി നല്ല കുട്ടിയാ. അവൾ അന്ന് ആ വിവാഹത്തിന് സമ്മതിച്ചത് ദേവേട്ടന് വേണ്ടി കൂടിയായിരുന്നു. ആ വിവാഹത്തിന് സമ്മതിച്ചില്ലേ ദേവേട്ടന്റെ ജോലിക്ക് പ്രശ്നമുണ്ടാക്കുമെന്ന് സജീവൻ പറഞ്ഞത്രേ. വിലാസിനി അമ്മയുടെ മുഖത്തെ കടുപ്പം എന്നിട്ടും കുറഞ്ഞില്ല. അവർ കൂടുതൽ ദേഷ്യത്തോടെ അവൾക്ക് നേരെ തിരിഞ്ഞു. നീലു, നീ എന്ത് പറഞ്ഞാലും ശരി, ഇത് നടക്കത്തില്ല. ആ കുടുംബത്തിലെ കാവിന്റെ പ്രശ്നം നിനക്കറിയില്ലേ? അവൾക്ക് എന്തോ ഒരു ശാപമുണ്ട്. അതുകൊണ്ടല്ലേ അവളോട് ചേർന്ന് നിന്നവരൊക്കെ ഇപ്പൊ ഇല്ലാതായത്. ആദ്യം അച്ഛനും അമ്മയും മരിച്ചു, പിന്നെ അമ്മുമ്മ, അത് കഴിഞ്ഞ് അവളുടെ ഏട്ടൻ. ഇതൊക്കെ അവളുടെ ദോഷം കൊണ്ടാ. അവരൽപ്പം നിർത്തി ഉറച്ച ശബ്ദത്തിൽ വീണ്ടും പറഞ്ഞു. ആ ദോഷം എന്റെ മോന്റെ തലയിൽ വെച്ചു കൊടുക്കാൻ എനിക്കാവില്ല. അതുകൊണ്ട് ഈ വിവാഹത്തിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇതെന്റെ അവസാന വാക്കാ. അമ്മയുടെ വായിൽ നിന്നും വന്ന ആ അന്ധവിശ്വാസത്തിന്റെ വാക്കുകൾ ദേവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവന്റെ ഉള്ളിലെ ദേഷ്യം അണപൊട്ടി. കയ്യിലിരുന്ന ഗ്ലാസ് ടീപ്പോയിലേക്ക് ആഞ്ഞു വെച്ചുകൊണ്ട് അവൻ ചാടി എഴുന്നേറ്റു. കസേര പിന്നിലേക്ക് മറിഞ്ഞു വീണു. ആരെയും നോക്കാതെ, ഒരു വാക്ക് പോലും മിണ്ടാതെ അവൻ വീടിനകത്തേക്ക് കയറിപ്പോയി. പുറത്ത് നീലിമയും ശ്രീജനും അപ്പോഴും വിലാസിനിയമ്മയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അമ്മയെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാമോ? ഇതൊക്കെ വെറും തോന്നലുകളല്ലേ? ശ്രീജൻ കൂടുതൽ പറയാൻ തുടങ്ങുമ്പോഴേക്കും ദേവൻ വീടിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. അവൻ നേരത്തെ ഇട്ടിരുന്ന ബനിയൻ മാറ്റി ഒരു ഷർട്ട് ധരിച്ചിരുന്നു. ആ മുഖം അപ്പോഴും വലിഞ്ഞു മുറുകി തന്നെയായിരുന്നു. അമ്മയെയും പെങ്ങളെയും അളിയനെയും ഒന്ന് നോക്കുക പോലും ചെയ്യാതെ തിണ്ണയിൽ നിന്നും മുറ്റത്തേക്ക് ഇറങ്ങി ഇരുളിലേക്ക് അവൻ വേഗത്തിൽ നടന്നുപോയി. അവന്റെ പോക്ക് നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ ടീപ്പോയിലെ ബാക്കിയായ വിസ്കിയും തണുത്തു തുടങ്ങിയ ഭക്ഷണത്തിനും നടുവിൽ അവർ 3 പേരും നിശബ്ദരായിരുന്നു. വീടിന്റെ വാതിൽ ദേഷ്യത്തിൽ വലിച്ചടച്ച് മുറ്റത്തെ ഇരുട്ടിലൂടെ വേഗത്തിൽ നടന്നുപോകുന്ന ദേവനെ ജനാലയിലൂടെ ഗൗരി കണ്ടു. അവന്റെ പോക്കിൽ എന്തോ പന്തികേടുണ്ടെന്ന് അവളുടെ മനസ്സ് പറഞ്ഞു. അങ്ങേ വീട്ടിലെ മുറ്റത്ത് അത്രയും നേരം ഉണ്ടായിരുന്ന അന്തരീക്ഷത്തിന് മാറ്റം വന്നതും അവൾ ശ്രദ്ധിച്ചിരുന്നു. അവൾ താൻ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിലേക്കൊന്ന് നോക്കി. കുഴപ്പമില്ല, നല്ലൊരു ചുരിദാറാണ് വേഷം. അവൾ മുൻവശത്തേക്ക് ചെന്ന് വാതിലടച്ച് ദേവന്റെ ഒപ്പം എത്താനായി പുറത്തേക്കോടി. നിലാവ് വഴിവിളക്കുകൾ പോലെ തെളിഞ്ഞു നിൽക്കുന്ന ഇടവഴിയിലൂടെ ദൂരെ അമ്പലപ്പറമ്പിൽ നിന്നുമുള്ള പാട്ടിന്റെ ശബ്ദം ലക്ഷ്യമാക്കി നടക്കുകയായിരുന്നു ദേവൻ. മനസ്സ് നിറയെ അമ്മ പറഞ്ഞ വാക്കുകളുടെ മുറിവുകളായിരുന്നു. പെട്ടെന്നാണ് പിന്നിൽ നിന്നും ആരോ ഓടി വരുന്ന ശബ്ദം കേട്ടത്. അവൻ തിരിഞ്ഞു നോക്കി. നിലാവെളിച്ചത്തിൽ അല്പം കിതച്ചുകൊണ്ട് മുഖത്തൊരു ചിരിയുമായി ഓടിയെത്തുന്ന ഗൗരി. അവളെ കണ്ടതും അവന്റെ മുഖത്തെ മുറുക്കം കുറഞ്ഞു. അവൻ അവൾക്കായി കാത്തുനിന്നു. എന്താ പ്രശ്നം ദേവേട്ട? അടുത്തെത്തിയപാടെ ഗൗരി ചോദിച്ചു. വിലാസിനി അമ്മ വല്ലാതെ ദേഷ്യപ്പെടുന്ന പോലെ കേട്ടല്ലോ, എന്താ അവിടെ സംഭവിച്ചത്? ദേവന് പെട്ടെന്ന് മറുപടി പറയാനായില്ല. അവൻ മുഖം തിരിച്ചു നിന്നു. ഗൗരി അവന്റെ ഇരു കൈകളിലും പിടിച്ചു കുലുക്കി വീണ്ടും ചോദിച്ചു. ദേവേട്ട, എന്താ കാര്യം? എന്നോട് പറയ്. അവനൊരു ദീർഘനിശ്വാസത്തോടെ അവളെ നോക്കി. ശ്രീജൻ നമ്മുടെ വിവാഹക്കാര്യത്തെക്കുറിച്ച് അമ്മയോട് സംസാരിച്ചു. ഗൗരിയുടെ കണ്ണുകളിൽ ആകാംക്ഷ നിറഞ്ഞു. അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ദേവൻ പക്ഷേ വീണ്ടും മൗനത്തിലേക്ക് വഴുതി. ആ മൗനം മതിയായിരുന്നു ഗൗരിക്ക് എല്ലാം മനസ്സിലാക്കാൻ. അമ്മ സമ്മതിച്ചില്ലല്ലേ? അവളുടെ ചോദ്യത്തിന് ദേവന്റെ നിശബ്ദത തന്നെയായിരുന്നു ഉത്തരം. ഗൗരിയുടെ മുഖത്ത് നിസ്സഹായത കലർന്ന ഒരു വിഷാദ പുഞ്ചിരി വിടർന്നു. ആ നിലാവത്ത് അത് വല്ലാത്തൊരു നോവായി അവന് തോന്നി. സാരയില്ല ദേവേട്ട, അവൾ ശാന്തയായി പറഞ്ഞു. വിലാസിനി അമ്മയെ കുറ്റം പറയാൻ സാധിക്കില്ല. ജയിൽ പുള്ളിയായ ഒരു പെൺകുട്ടിയെ ഏത് അമ്മയാ സ്വന്തം മരുമകളായി സ്വീകരിക്കുക? അത് കേട്ടതും ദേവന്റെ ഉള്ളൊന്നു പിടഞ്ഞു. അവൻ മറുത്തൊരക്ഷരം പറഞ്ഞില്ല. തന്റെ കഴുത്തിൽ കിടന്നിരുന്ന സ്വർണമാല ഊരി അവളുടെ ഒരു എതിർപ്പിനും കാത്തു നിൽക്കാതെ അവൻ അത് ഗൗരിയെ അണിയിച്ചു. അവളുടെ തോളിൽ പിടിച്ച് ആ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു. ഈ ദേവന്റെ ജീവിതത്തില് ഒരേ ഒരു പെണ്ണേ ഉള്ളൂ, അത് നീയാണ് ഗൗരി. പറഞ്ഞു കഴിഞ്ഞതും അവൻ അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ച് കെട്ടിപ്പിടിച്ചു.
ഇത്രയും നേരം അടക്കിപ്പിടിച്ച സങ്കടങ്ങളാണ് പൊട്ടി ഗൗരി അവന്റെ മാറിൽ മുഖം ചേർത്ത് വിങ്ങിപ്പൊട്ടി. നിനക്ക് എന്റെ കൂടെ വരാമോ? ഞാൻ കൊണ്ടുപോകാം കല്ലാട്ടേക്ക് നിന്നെ. ആരാ തടയുന്നതെന്നൊന്ന് കാണട്ടെ. കരച്ചിലടക്കി മുഖമുയർത്തി അവൾ. ഇല്ല ദേവേട്ട, വിലാസിനി അമ്മ സമ്മതിക്കാതെ ആ അമ്മയുടെ മരുമകളായി ഈ ഗൗരി കല്ലാട്ടെ പടി കിടക്കില്ല. പക്ഷേ എന്നും എന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് ദേവേട്ടനെ ഉണ്ടാകൂ. നിലാവത്ത് തിളങ്ങുന്ന അവളുടെ കണ്ണുകളിൽ കണ്ണുനീരും അതിലേറെ പ്രണയവും ഇടകലർന്നു നിന്നിരുന്നു. ദേവൻ ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ചുറ്റുമുള്ള ലോകം മാഞ്ഞുപോയ നിമിഷം അവൻ മെല്ലെ കുനിഞ്ഞ് അവളുടെ അധരങ്ങളെ ചുംബിച്ചു. അതൊരു സാധാരണ ചുംബനമായിരുന്നില്ല. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന്റെയും പറയാതെ പോയ പ്രണയത്തിന്റെയും ഇപ്പോൾ അനുഭവിക്കുന്ന നോവിന്റെയും എല്ലാം ചേർന്ന ഒരു സമർപ്പണമായിരുന്നു അത്. അവരുടെ കണ്ണുനീരുകൾ തമ്മിൽ കലർന്നു. ആ നിമിഷത്തിന്റെ തീവ്രതയിൽ പ്രകൃതി പോലും നിശബ്ദമായതുപോലെ തോന്നി. നിലാവും നക്ഷത്രങ്ങളും അവർക്ക് സാക്ഷിയായി. ആ ദീർഘമായ ചുംബനത്തിനൊടുവിൽ മുഖമുയർത്തുമ്പോൾ ഗൗരി കിതയ്ക്കുന്നുണ്ടായിരുന്നു. അവളുടെ കവിളുകൾ ചുവന്നു തുടുത്തിരുന്നു. ദേവൻ വാത്സല്യത്തോടെ അവളുടെ മുഖത്തേക്ക് വീണ മുടിയിഴകൾ മാടിയൊതുക്കി. നീ ഗാനമേള കേൾക്കാൻ വരുന്നുണ്ടോ? അവൻ ചോദിച്ചു. ഒരു പുഞ്ചിരിയോടെ അവൾ അവന്റെ വിരലുകളിൽ കോർത്തു പിടിച്ചു. എപ്പോ വന്നെന്ന് ചോദിച്ചാ പോരെ മോനെ. വിരലുകൾ കോർത്തു പിടിച്ച് അവർ മുന്നോട്ട് നടന്നു. വരാനിരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചുള്ള ഭയം അവർക്കപ്പോൾ ഇല്ലായിരുന്നു. പരസ്പരം തുണയായി കൂടെയുണ്ടെന്നുള്ള ആശ്വാസം മാത്രം. ആ ഇടവഴിയിലപ്പോൾ നിലാവിന് പോലും വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. വഴിയരികിലെ ചെടികളിൽ നിന്നും കാട്ടുപോക്കളുടെ നേർത്ത ഗന്ധം പ്രണയത്തിന്റെ സുഗന്ധം പോലെ കാറ്റിൽ ഒഴുകി നടന്നു. ദൂരെ അമ്പലപ്പറമ്പിൽ നിന്നുമുള്ള പാട്ടിന്റെ വരികൾ അടുത്തടുത്ത് വന്നു. ഏതോ ജന്മ കൽപ്പനയിൽ ഏതോ ജന്മ വീഥികളിൽ. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ. താങ്ക് യു. Sim, sim.